ലോകം മുഴുവനുമായിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ നിന്നാണ് ഒരു വിശ്വാസി വേർപാട് ആചരിക്കേണ്ടത്. ആഭരണങ്ങൾ അല്ലെങ്കിൽ പുറമേ ധരിക്കുന്ന അലങ്കാര വസ്തുക്കൾ, ഇത് പാരമ്പര്യ ബന്ധിക്കോ സഭകളും അല്ലെങ്കിൽ പുതിയ ചില വിശ്വാസി സമൂഹങ്ങളും ഒക്കെ ഇവരിത് ധരിക്കാതെയും ഇത് നിരോധിച്ചും ലോകത്തിനോടുള്ള അല്ലെങ്കിൽ ആഡംബര ജീവിതത്തിനോടുള്ള ഒരു വേർപാട് അനുഷ്ഠിക്കുന്നവരാണെന്ന് കാണിക്കുന്ന ഒരു പ്രകടനമാണോ, അതോ യഥാർത്ഥത്തിൽ വേർപാട് മനസ്സാലെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവർ ആയ ഒരു കൂട്ടമാണോ എന്ന് ഈ വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ആഭരണം ഒരു വ്യക്തി ധരിക്കുന്നതിൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേറെ പല കാരണങ്ങളും കാണും, എന്നാൽ ഈ രണ്ട് കാരണങ്ങളാണ് ഒരു വ്യക്തി ആഭരണം ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ കാരണം ട്രഡീഷണൽ ആയിട്ട് ഇവർക്ക് ലഭിക്കുന്ന ആഭരണങ്ങൾ ഒന്നുകിൽ ഇവരുടെ വിവാഹത്തിനോട് ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ ജാതീയപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ഇവർക്ക് ഇവരുടെ മാതാപിതാക്കളാൽ പാരമ്പര്യമായി ട്രാൻസ്ഫർ ആയിട്ട് കിട്ടുന്ന ആഭരണങ്ങളുണ്ട്. അതൊരു വ്യക്തി എപ്പോഴും ധരിക്കണമെന്നില്ല. എന്നാൽ ഇതാണ് ആദ്യത്തെ കാരണം ഒരു വ്യക്തി ആഭരണം ധരിക്കുന്നത്. രണ്ടാമത്തെ കാരണം ഏകദേശം 99% ആൾക്കാരും ധരിക്കുന്നത് ഈ രണ്ടാമത്തെ കാരണത്താലാണ്. പുറമേ ഉള്ള സൗന്ദര്യം ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുത്താനും നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് നല്ലൊരു ലെവലിൽ എത്തിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ഒരു അലങ്കാര വസ്തു പോലെയാണ് രണ്ടാമത്തെ കാരണം ആഭരണം ധരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാലാണ് ഒരു വ്യക്തി ആഭരണം ധരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഈ വിഷയത്തെ പറ്റി തുടർന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ ഒരു ഹിസ്റ്റോറിസിറ്റിയെ പറ്റി നമുക്ക് നോക്കാം. കേരളത്തിന്റെ ജനങ്ങൾ മിഷണറിമാർ വരുന്നതിന് മുൻപായിട്ട് ഒട്ടുമിക്ക എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും ഇവരെല്ലാം തന്നെയും ഏതെങ്കിലും വിധത്തിലുള്ള ആഭരണങ്ങൾ ഇവർ ധരിച്ചവരായിരുന്നു എന്ന് നമുക്ക് കാണുവാനും വായിക്കുവാനും അറിയുവാനും തക്കവണ്ണം കഴിയും. എന്നാൽ മിഷണറിമാർ വന്നതിന് ശേഷം ഈ മിഷണറിമാർ ഈ വ്യക്തി ജീവിതങ്ങൾക്ക് സുവിശേഷം പകർന്നു കൊടുക്കുകയും സുവിശേഷത്തിൽ കൂടെ ഇവർക്ക് മാനസാന്തരത്തിന്റെ ഒരു അനുഭവം ലഭിക്കുകയും, മാനസാന്തരം ലഭിച്ചു കഴിഞ്ഞ് ജലസ്നാനം കഴിക്കുവാൻ വേണ്ടി ഇവർ വേർപാട് അനുഷ്ഠിക്കണം, ഇവർ സെപ്പറേഷൻ പ്രാക്ടീസിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മിഷണറിമാർ ഇവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഇവരുടെ ആഭരണങ്ങൾ എടുത്തു മാറ്റുകയായിരുന്നു. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവർ ആഭരണങ്ങൾ മാത്രമല്ല എടുത്തു മാറ്റിയത്, ഇവരൊരു ലളിത ജീവിതം സ്വീകരിച്ച് അതിൽ മുൻപോട്ട് പോകുവാൻ വേണ്ടി ഇവരുടെ ജീവിതത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളും ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾ വെറുത്തിരുന്നു. എന്നിട്ട് ഈവൻ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ, സിമ്പിളായിട്ടുള്ള തലമുടിയുടെ കാര്യങ്ങളും സ്ത്രീകളായാലും പുരുഷന്മാരായാലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി മുൻപോട്ട് നീങ്ങുകയായിരുന്നു ആദിമഘട്ടത്തിലെ വിശ്വാസി കൂട്ടങ്ങൾ. ഇനിയും ഇതേ സെയിം വേർപാട് അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ വേർപാട് പ്രാക്ടീസിൽ കൊണ്ടുവരുന്ന വേറൊരു ടൈപ്പ് ജാതികളും നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അവരാണ് ജെയിൻ അല്ലെങ്കിൽ ജെയിനിസം ഫോളോ ചെയ്യുന്നവർ. ഇവരിലുള്ള പ്രീസ്റ്റ് അല്ലെങ്കിൽ നൺസ് ഈ വേൾഡ്ലി സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ലോകത്തോടുള്ള വേർപാടെന്ന വിഷയം എക്സ്ട്രീം ലെവൽ വരെ ഫോളോ ചെയ്യുന്നവരാണ്. അവർ ചെരുപ്പില്ലാതെ നടക്കുകയും മാസ്ക് കെട്ടിക്കൊണ്ട് തന്നെ ഫുൾ ലൈഫ് ജീവിക്കുകയും വാഹനങ്ങളിൽ യാത്ര ചെയ്യാതെയും ഒക്കെ ഇവർ പുറമെ കാണിക്കുന്ന പ്രകടനങ്ങളും അകമേ ഇവർ ഡേ ടു ഡേ ഈ സെപ്പറേഷന്റെ വിഷയത്തിൽ ട്രെയിൻ അവരെ തന്നെ ചെയ്യിപ്പിക്കുന്നവരുമാണ്. നമ്മുടെ ആദിമഘട്ടത്തിലെ പൂർവ്വപിതാക്കരായ ഈ സഭാവിശ്വാസികളും ഇത്രയും ലെവലിൽ എത്തിയില്ലെങ്കിലും ഇതിനോട് അടുത്തുള്ള ഒരു ലെവൽ വരെയും അവര് ഈ വേർപാടെന്ന വിഷയം പാലിച്ചിരുന്നു. ഇനിയും ഇന്നത്തെ സഭകളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പലതരം ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരു കൂട്ടം ആൾക്കാർ ആഭരണങ്ങൾ ധരിക്കുന്നില്ല എങ്കിലും ആഭരണത്തെക്കാട്ടിൽ എത്രയോ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും വസ്തുതകളുമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ ഉൾക്കൊണ്ട് നടക്കുന്നത്. രണ്ടാമത്തെ കൂട്ടം ആൾക്കാർ ആഭരണം ധരിക്കുവാൻ വേണ്ടി കൊതിയുള്ള ആൾക്കാരാണ്. ഇവർക്ക് ബുദ്ധിമുട്ടിയാണ് ഇവർ ഈ സഭയിൽ ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭകളിൽ ആഭരണം ധരിക്കുന്നില്ല എങ്കിലും വീട്ടുകളിൽ ആഭരണം ധരിക്കുന്നില്ല എങ്കിലും ഓഫീസിൽ പോകുമ്പോഴും കറങ്ങാൻ പോകുമ്പോഴും ഒക്കെ ആഭരണം ധരിക്കുന്നവരെ പലരെയും നമുക്കറിയാം.
ഇനി മൂന്നാമത്തെ കൂട്ടം ആൾക്കാർ ഇവർ പാരമ്പര്യമായി ആഭരണം ധരിക്കാത്തവരാണെന്ന് ഇവർ പറയുന്നെങ്കിലും ആഭരണോ അലങ്കാര വസ്തുക്കൾക്കും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇവരുടെ ജീവിതത്തിൽ മനസ്സാല പല വേറെ കാര്യങ്ങൾക്ക് കൊടുക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ പല കൂട്ടം ആൾക്കാർ നമ്മുടെ സഭകളിൽ, ഇന്നത്തെ സഭകളിലുണ്ട്. ഞങ്ങൾ പണ്ട് കൂടുന്ന ഒരു സഭയിൽ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. പുള്ളി ആ സഭയിൽ ഒരു വിഷയം ഉണ്ടായപ്പോൾ ആ സഭയിൽ നിന്ന് വിട്ടുമാറി പുള്ളി വേറൊരു സ്ഥലത്ത് പോയി ഒരു ചർച്ച് പോലെ തുടങ്ങി. അവിടെ ചെന്നപ്പം തന്നെ പുള്ളി വലിയ മോതിരങ്ങളും തൊടലുമാലകളും എല്ലാം ഇട്ട് അതുപോലത്തെ ഉള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യുവാൻ വേണ്ടി ഒക്കെ പുള്ളി ചെയ്ത ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കാണത്. അത് ചെയ്ത് പുള്ളി അതുപോലത്തെ ആൾക്കാരെ കൂട്ടി അവിടെ ഒരു ആരാധന പുള്ളി തുടങ്ങി. അതിപ്പോ നല്ലൊരു ലെവലിൽ പുള്ളി ആ സ്ഥലത്തെ വലിയൊരു ധനികനായിട്ട് തന്നെ അവിടെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഈ പുള്ളി ഇത്രയും ശ്വാസം മുട്ടി എന്തിനാ ഈ പാരമ്പര്യ സഭ നിന്നത്? ഇത്രയും പുള്ളിക്ക് ആഭരണം ധരിക്കുന്ന ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി പണ്ടേ ഇത് വിട്ടിട്ട് പോരുതായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പല ആൾക്കാരെയും നമുക്ക് നമ്മുടെ സഭകളിൽ കാണാൻ കഴിയും. ഇന്നത്തെ ഇതുപോലത്തെ വിശ്വാസികൾ മറക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് മാനസാന്തരപ്പെട്ട് വേർപാട് ജീവിതം നമ്മൾ സ്വീകരിച്ചപ്പോൾ ആഭരണങ്ങൾ എന്ന സബ്ജക്റ്റിൽ നിന്നുള്ള മാത്രമുള്ള വേർപാടല്ല നമ്മൾ സ്വീകരിച്ചത്. എന്നാൽ ലോകം മുഴുവനുമായിട്ടുള്ള ലോകത്തിലുള്ള മോഹങ്ങള്, ലോകത്തിലുള്ള അലങ്കാര വസ്തുതകള്, ആഡംബര കാര്യങ്ങള്, അങ്ങനെ ലോകം മുഴുവനുമായിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ നിന്നാണ് ഒരു വിശ്വാസി വേർപാട് ആചരിക്കേണ്ടത്. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത് തന്നെ 2 ഭാഗങ്ങളിലായിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വ്യക്തിപരമായിട്ട് കൊച്ചിലെ തൊട്ട് ആഭരണങ്ങൾ ധരിച്ച ഒരു വ്യക്തി അല്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ ആരും തന്നെ ആഭരണം ധരിച്ചവരല്ലായിരുന്നു. എൻ്റെ ഭാര്യ മക്കൾ ആരും ധരിക്കുന്നില്ല. അപ്പോൾ ആഭരണം ധരിച്ചിട്ട് ഒരു വ്യക്തി ഒരു സന്ദർഭത്തിൽ ഇത് ഊരി സഭയിലേക്ക് ചേരുന്ന ഒരു വ്യക്തിക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിലപ്പം ദുഃഖമായിരിക്കും, ചിലപ്പം സന്തോഷമായിരിക്കും, ചിലപ്പം ഡൗട്ട്സ് ആയിരിക്കും. ഇതൊന്നും എനിക്ക് മനസ്സിലാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ കോണ്ടാക്ട്സിൽ പെട്ട ചില വ്യക്തികളെ എനിക്കൊന്ന് ഇന്റർവ്യൂ ചെയ്യണം. ഇങ്ങനെ വന്ന ആൾക്കാരെ, നിങ്ങൾ എന്തിനാണ് ആഭരണങ്ങൾ ഊരി വന്നത്? അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടാണോ? അല്ലെ നിങ്ങളൊരു ബൈബിൾ വായിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടായ ഒരു വെളിപ്പാടിനാലാണോ എന്ന് ഞാൻ ചില ക്വസ്റ്റ്യനുകൾ ഇവരോട് ചോദിച്ചപ്പോൾ അത്ഭുതകരമായി, വളരെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഇവരെല്ലാം തന്നെ പറഞ്ഞ ഒരു കോമൺ സിമ്പിൾ ആൻസറാണ്. ഇവർ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിയാണ് ഞങ്ങൾ ഈ മാർഗത്തിൽ വന്നത്. അതിലൊരു വ്യക്തി പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കടന്നപ്പോൾ റോമൻ പടയാളികൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുറെ 1.5 ഏക്കർ സ്ഥലമോ അല്ലെങ്കിൽ കുറെ നിക്ഷേപം വെച്ച പോക്കറ്റിൽ കർത്താവ് കൊണ്ട് നടന്ന കുറെ മാലയും കമ്മലും കുറെ മോതിരവും കുറെ ഗോൾഡും എന്നതോ ഒന്നുമല്ല ചീട്ടിട്ടെടുത്തത്, അവന്റെ വസ്ത്രം മാത്രമാണ് എടുത്തത്. ഒരു വ്യക്തി പറഞ്ഞാണ്. അത് വളരെ ചിന്തിക്കുന്ന കാര്യമായിട്ട് ആ വ്യക്തിക്ക് തോന്നി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ മാതൃകാ പുരുഷനായിട്ട് നമ്മൾ സ്വീകരിച്ചെടുത്തപ്പോൾ യേശുവിൽ കണ്ടത്, ഈ ലോകത്തിൽ ജഡത്തിലായിരുന്നപ്പോൾ യേശുവിൽ കണ്ടത് ആ വസ്ത്രം മാത്രമാണെങ്കിൽ, എന്തിന് ഞാൻ ആ യേശുവിനെ ഫോളോ ചെയ്യുന്ന ആയ ഞാൻ എന്തിന് വേറെ കാര്യങ്ങൾ, ഈ ജഡത്തിൽ മോഹങ്ങൾ വരുത്തുന്ന വേറെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കൾ എന്തിന് ഞാൻ ഈ ലോകത്തിൽ നിന്ന് എടുക്കണം? ഒരു വ്യക്തി പറഞ്ഞാണ്. അങ്ങനെ സിമ്പിളായിട്ടുള്ള യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള സിമ്പിളായിട്ടുള്ള ആൻസറുകളാണ് ഈ വ്യക്തികൾ പറഞ്ഞത്. അല്ലാതെ വലിയ പ്രസംഗങ്ങൾ കേട്ടിട്ടോ വചനത്തിൽ വലിയ പാണ്ഡിത്യം നേടിയിട്ടോ ഒന്നുമല്ല ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട്, ലോകം ഉപേക്ഷിച്ചിട്ട് ഈ മാർഗത്തിലേക്ക് വന്നത്. ഈ വീഡിയോ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ വചനത്തിൽ കൂടെ എനിക്കൊരു വാക്യമാണ് പറയാനുള്ളത്. വചനത്തിൽ ഒരു വാക്യമുണ്ട്, ക്രിസ്തുയേശുവിൻ ഉള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടൊപ്പം ക്രൂശിച്ചിരിക്കുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് വേണം ജീവിക്കാൻ. അപ്പോൾ ക്രിസ്തുയേശുവിൽ നമ്മൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുയേശുവിനെ കണ്ടുമുട്ടി നമ്മൾ ഇനി ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ഈ ആത്മീയ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മുടെ ജഡത്തിൽ ഉള്ള എല്ലാ മോഹങ്ങളും, ഈ ലോകത്തിനോടുള്ള നമ്മുടെ എല്ലാ മോഹങ്ങളും നമ്മൾ ആ ക്രൂശിൽ
തറപ്പിച്ചിട്ടാണ് നമ്മൾ ഈ മാർഗത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ ജഡത്തിൽ ഉണ്ടാവുന്ന ഏത് മോഹങ്ങളും ഇനിയും നമുക്കുണ്ടായി കഴിഞ്ഞാൽ ആത്മാവിനാൽ നമ്മൾ അതിനെ ബന്ധിച്ച് നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയകരമായിട്ട് നടത്തുകയാണ് വേണ്ടിയത്. ഹോപ്സോ നിങ്ങൾക്ക് ഈ വീഡിയോയിലുള്ള എൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.